സോ ഗ്ലാഡ് ടു ഹാവ് യു രാജകുര്യൻ സർ. നമ്മുടെ സദ്ഗമയ ഈ റീഹാബിലിറ്റേഷൻ എക്സ്പോ വന്ന് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് സാറിന് എന്ത് തോന്നുന്നു? ഹൗ ഡസ് ടെക്നോളജി ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്? അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പം ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ കോമണായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇപ്പോൾ യു എസിൽ ഉൾപ്പെടെ പോയപ്പം എക്സെൻട്രിക് ആയിട്ടുള്ള പിള്ളേരെ, ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്ന പിള്ളേരെ എല്ലാം ഞാൻ ഒത്തിരി വീടുകളിൽ കണ്ടു. അപ്പം ടെക്നോളജി കൊണ്ടുവരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണേലും വളരെ വലുതാണ്. ഇപ്പം ഞാൻ കണ്ട ആ ഡിവൈസ് തന്നെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം വെച്ചാൽ അവർക്കൊരു ഇലക്ട്രോണിക് സാധനത്തിന് കളിക്കുന്നതിൻ്റെ ഒരു ലാഘവത്തോടു കൂടി അവർക്ക് പഠിക്കാൻ പറ്റും, അവരെ പഠിപ്പിക്കാൻ പറ്റും. അതിപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിലും പേരൻസിനാണെങ്കിലും ഇറ്റ് വിൽ ബി വെരി സപ്പോർട്ടിങ്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇംപ്രസിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഓക്കെ, ഓൾറൈറ്റ്. സാറ് പറഞ്ഞു പേരൻസിന് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്കത് സപ്പോർട്ടീവ് ആയിരിക്കുമെന്ന്. നമ്മളെങ്ങനെയൊരു ടെക്നോളജി ഇൻ്റഗ്രേഷൻ റീഹാബിലിറ്റേഷനിൽ കൊണ്ടുവരുന്നതിലൂടെ പേരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവർക്ക് കാരണം പേരൻസിന് അത് സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻ്റാണോ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻ്റാണോ എന്നുള്ളത് ഇതിന് മാറ്റം. അവർക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതിലാണ് കാര്യം. അത് ഇപ്പം ഒരു ഹൈ എൻഡ് ടെക്നോളജി ആയി പോയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് അത്ര പറ്റില്ല. ഇത് ടച്ച് ആൻഡ് ഫീലിലൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് ആ പേരൻസിനും അവർക്ക് അത് ബുദ്ധിമുട്ടില്ല പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് അവർക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ സർ, ഇവിടുന്ന് ഇന്ന് വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറിന് എത്രത്തോളം ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കയറി വരുമ്പം തന്നെ അമ്മയുടെ ഉദരം കാണിക്കുന്നു, ഒരു ഗർഭപാത്രം കാണിക്കുന്നു. അതിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരാൾ ഇൻഫെക്റ്റഡ് ആകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സ്മോക്കിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഓവർ ഡോസായുള്ള മെഡിക്കേഷൻ കൊണ്ടോ ഏതൊക്കെ രീതിയിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഇൻഫെക്റ്റഡ് ആകാം എന്നുള്ള മെസ്സേജ് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലേണിങ്ങിൻ്റെ ടീച്ചിങ്ങിൻ്റെ വിവിധമായ ഓപ്പർച്യൂണിറ്റീസ്, സ്പീച്ച് തെറാപ്പി ആണെങ്കിലും വൊക്കലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു എക്സിബിറ്റഡ് ആയിട്ട്, അതും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളും നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ദ ടീം വാസ് അമേസിംഗ്ലി ഗുഡ്. They were giving a very, very up-to-date or updated information and in a very good way. അപ്പം ഡോക്ടർ 30 സെക്കൻഡ് കൊണ്ട് പറയണമെന്ന് പറയുമ്പോൾ ദേ ആർ ഏബിൾ ടു ഗിവ് ഇറ്റ് ഇൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അങ്ങനെ ട്രെയിൻഡാണ്. അപ്പോൾ ആ പ്രൊഫഷണലിസം ഐ ഫെൽറ്റ് ഇറ്റ് വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് റിയലി വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ കണ്ടക്റ്റഡ്. താങ്ക് യു സർ. സോ ആസ് എൻ എൻ്റർപ്രൈസിങ് ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റ് ആൻഡ് എൻ ഓൺട്രപ്രണർ സർ, ഈ ഒരു മേഖലയുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് സാറിന് എന്താ പറയാനുള്ളത്? ഹൗ ഡു യു തിങ്ക് ഇറ്റ് ഗ്രോസ്? അപ്പം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ പേരൻസ്, ഇപ്പം ഞാനെപ്പോഴും എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് 3.5 വയസ്സിൽ നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ആ പഠിപ്പിക്കാൻ തുടങ്ങുമ്പം തൊട്ട് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണോ അതല്ലെങ്കിൽ വളരുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണോ എങ്ങനെയോ മാതാപിതാക്കളിലുണ്ടാകുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവരിലുണ്ടാക്കുന്ന മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ ഇന്നിപ്പോൾ ഇത്രയധികം കുട്ടികൾ ഇങ്ങനെ മെൻ്റലി ഡിസ്റ്റർബ്ഡായിട്ടുണ്ടാകാൻ കാരണമാകാം. കാരണം കഴിഞ്ഞ ഒരു നമ്മുടെ ഒന്നും ചൈൽഡ്ഹുഡിൽ ഇല്ലാത്ത രീതിയിലുള്ള നമ്പർ ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബേസിക്കലി ഇപ്പോൾ ഇതുണ്ടായി കഴിയുന്ന കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞാൽ ഇതുണ്ടാകാതെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ബോധവൽക്കരണത്തോടു കൂടി ഈ കൂടെ വേണം. ഇത് ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി ഉണ്ടായ കുട്ടികളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും ട്രെയിൻ ചെയ്യുന്നതിനും ഇതൊരു വളരെയധികം സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. കാരണം വളരെ ഒത്തിരി ആൾക്കാർക്ക് ഇത്രമാത്രം റിസർച്ച് നടത്താനോ ഇത്രമാത്രം പഠിക്കാനോ ഇങ്ങനെ ചെയ്യുന്ന വളരെ അപൂർവമായിട്ട് ഓർഗനൈസേഷൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വലിയ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ സർ, ദാറ്റ്സ് എൻ എൻകറേജ്മെൻറ്റ്. ആൻഡ് സർ, സോ ഡെഫിനറ്റ്ലി സാറിൻ്റെ ക്ലോസ് സർക്കിൾസിൽ ഒരു പക്ഷേ സാറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എവിടെയെങ്കിലും സാർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സജഷൻ മുമ്പോട്ട് വെക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും.